മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ MLA സുപ്രീം കോടതിയെ സമീപിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ കേന്ദ്രത്തിനോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. മനുഷ്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ കർമ്മ പരിപാടി തയ്യാറാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കുമെന്നാണ് PV അൻവർ MLA സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രത്യേക നിധി രൂപീകരിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണം. വന്യജീവികളെ കൊല്ലുന്നതിന് പകരം വന്ധ്യംകരണവും മറ്റ് ഗർഭനിരോധന മാർഗങ്ങളും ഉപയോഗിച്ച് അവയുടെ ജനന നിരക്ക് നിയന്ത്രിക്കണം. അക്രമകാരികളായ വന്യമൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നയത്തിന് രൂപം നൽകണം. വിദേശ രാജ്യങ്ങളിലേതുപോലെ മനുഷ്യനും കൃഷിക്കും അപകടമാകുന്ന വന്യജീവികളെ നിയന്ത്രിതമായി വേട്ടയാടാൻ അനുവാദം നൽകുന്ന നയത്തിനായും കേന്ദ്ര ഇടപെടൽ നിർദ്ദേശിക്കുമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കേരളത്തിന് വേണ്ടി മാത്രമല്ല രാജ്യത്താകമാനം വനമേഖലയിൽ വസിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഇടപെടലാണ് ഹർജിയിലൂടെ പ്രതീക്ഷിക്കുന്നതെന്ന് അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ. കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റിന്റെ കണക്കുകൾ തന്നെ പറയുന്നത് 16ഓളം സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും അത്തരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊരു പാൻ ഇന്ത്യ വിഷയം എന്ന രീതിയിലാണ് പരാതിക്കാരനായ ഹർജിക്കാരനായ ശ്രീ PV അൻവർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാജ്യത്താകമാനം 2018-23 കാലഘട്ടത്തിൽ 16 സംസ്ഥാനങ്ങളായി 2657 പേരാണ് ആനകൾ ഉൾപ്പെടെ മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിന് ഇരകളായത്. കേരളത്തിൽ മാത്രം 7 വർഷത്തിനിടെ 909 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പാർലമെന്റിൽ വെച്ച കണക്കുകൾ ആശങ്കപ്പെടുത്തിയിട്ടും വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ 1972 നിലവിലെ നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് നിലമ്പൂർ MLA PV അൻവർ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.